MSK നേരത്തെ ഒരു സർക്കാർ ഓഫീസിന്റെ കാര്യം പറഞ്ഞു. ആ ഓഫീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു ബ്രൂണോ ഫെർണാണ്ടസ്. ബ്രൂണോ ഫെർണാണ്ടസിന് 62 മിനിറ്റിൽ വലിക്കാൻ മാർട്ടിനസ് 62 മിനിറ്റിൽ തന്നെ ബ്രൂണോയെ വലിക്കാൻ കാണിച്ചു. അതായത് നമുക്കറിയാം ബ്രൂണോ പ്രീമിയർ ലീഗിലെ ഇങ്ങനത്തെ കുറെ ഡിസിഷൻസ് എടുത്തു. റൊണാൾഡോയെ മാറ്റുക പറയട്ടെ, അല്ല റൊണാൾഡോയിലേക്ക് വരാം. അതും അദ്ദേഹം 80-81 മിനിറ്റ് വരെ കളിച്ചു. 60 മിനിറ്റിൽ തന്നെ ബ്രൂണോ ഫെർണാണ്ടസിനെ മാറ്റാൻ കാണിച്ച ധൈര്യമാണ് ഏറ്റവും വലുത്. അദ്ദേഹം പ്രീമിയർ ലീഗില് അസിസ്റ്റില് ഹിസ്റ്ററിയിലെ റെക്കോർഡുമായിട്ടാണ് ബ്രൂണോ വരുന്നത്. ആദ്യത്തെ ഗ്രൂപ്പ് മത്സരങ്ങൾ അത്ര കണ്ട് ശോഭിക്കുന്ന പ്രകടനമല്ല നടത്തിയത്. മാത്രമല്ല ക്രിസ്ത്യാനോയ്ക്ക് പന്തെത്തിക്കുന്നില്ല എന്നുള്ളതടക്കമുള്ള ആക്ഷേപങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷേ ക്രിസ്ത്യാനോയുടെ ഒരു ഉസ്ബെക്കിസ്ഥാനെതിരായ മത്സരത്തിൽ ഒരു ഗോൾ അസിസ്റ്റ് ബ്രൂണോ തന്നെയാണ് നൽകിയത്. പക്ഷേ ബ്രൂണോ വൻ നെഗറ്റീവായിട്ടാണ് കളിക്കുന്നത്. ഈ മത്സരത്തിലും അങ്ങനെ തന്നെയായിരുന്നു. തുടക്കത്തിലൊന്നും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ 62 മിനിറ്റ് തന്നെ മാർട്ടിനസ് വലിക്കുന്നുണ്ട്. മാർട്ടിനസ് പതിവില്ലാതെ കാണിച്ച ധൈര്യമാണ് പോർച്ചുഗലിൻ്റെ ഇന്നത്തെ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അത് ബ്രൂണോയെ വലിച്ചായിക്കോട്ടെ, ഒരു 80 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ക്രിസ്ത്യാനോയെ വലിച്ചത് അദ്ദേഹം ഇത് മണക്കുന്നുണ്ട്. ഒരു ഗോൾ കൂടി വേണം, മാത്രമല്ല ഒരു എക്സ്ട്രാ ടൈമിലേക്ക് പോകുന്ന സാഹചര്യം കൂടി മണക്കുന്നുണ്ട്. ആ ഗോൺസാലോ റാമോസിനെ കൃത്യമായിട്ട് പിക്ക് ചെയ്തത് അതൊക്കെ പക്ക പെർഫെക്റ്റ് സാധനം തന്നെയായിരുന്നു. അതിൽ കൃത്യമായിട്ടൊരു നമ്പർ 9 പൊസിഷനിൽ എന്താണ് ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് റാമോസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ചേഞ്ചസ് വളരെ ക്രൂഷ്യലായിട്ടുണ്ട്. അതിൽ തന്നെ ബ്രൂണോയുടെ ചേഞ്ചസ് എടുത്തു പറയേണ്ടത് തന്നെയായിരുന്നു.